എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, GNM, ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ANM കോഴ്സുകളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയവരെ സെപ്റ്റംബർ 25-ാം തീയതിക്കുള്ളിൽ ടോക്കൺ ഫീ അടയ്ക്കേണ്ടതാണ്. രണ്ടാം ഘട്ട അലോട്ട്മെന്റിന് വേണ്ടി, ദാറ്റ് മീൻസ് സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടിയുള്ള ഓപ്ഷൻ റീഅറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ സെപ്റ്റംബർ 25-ാം തീയതി വൈകിട്ട് 4 മണി വരെയാണ് സമയം. അതിനുള്ളിൽ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യുന്നു എന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ഇത് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ടാണ് ഒന്ന് ചുരുക്കി പറയുന്നത്. അലോട്ട്മെന്റ് കിട്ടിയവർ മാത്രമാണ് ടോക്കൺ ഫീ അടയ്ക്കേണ്ടത്. അലോട്ട്മെന്റ് കിട്ടാത്തവർ എന്ത് ചെയ്യുക, നെക്സ്റ്റ് അലോട്ട്മെന്റിൽ വെയിറ്റ് ചെയ്യുക. അവർക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അലോട്ട്മെന്റ് കിട്ടിയിട്ട് ടോക്കൺ ഫീ അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുന്നതാണ്. പിന്നെ ബാക്കിയുള്ള അലോട്ട്മെന്റ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കത്തില്ല. സോ അലോട്ട്മെന്റ് കിട്ടിയ എല്ലാവരും എന്ത് ചെയ്യുക, ടോക്കൺ ഫീ നിശ്ചിത തീയതിക്കുള്ളിൽ എന്ത് ചെയ്യുക, അടയ്ക്കുക. സോ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യണമെന്നുള്ളവർക്ക് ആപ്ലിക്കേഷൻ നമ്പറും യൂസർ ID പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി ഓപ്ഷൻ റീഅറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന കോളേജ് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുമാണ് സാധിക്കുന്നത്. പുതിയ കോളേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ അലോട്ട്മെന്റിൽ എന്ത് ചെയ്യില്ല, ലഭ്യമല്ല. സോ GNM ആൻഡ് ANM കോഴ്സിലെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏതൊക്കെ കാൻഡിഡേറ്റ്സിനെയാണ്, അതായത് ഏതൊക്കെ റാങ്കുള്ള ഇൻഡെക്സുള്ള ആൾക്കാരെയാണ് എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ അലോട്ടഡ് ലിസ്റ്റാണ് ഇത്. നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, ഒഫീഷ്യൽ സൈറ്റിൽ ടോപ്പിലെ 3 ബാർസ് കാണാൻ സാധിക്കും. ദാറ്റ് മീൻസ് 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ഓപ്ഷനൊക്കെ കിടക്കുന്നതിൻ്റെ താഴെ അലോട്ടഡ് ലിസ്റ്റ് ഒന്നുണ്ടാവും. സോ ആ അലോട്ടഡ് ലിസ്റ്റിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇത്. സോ ആദ്യം GNM കോഴ്സാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് കോളേജ് അതിൽ കിടക്കുന്നത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കോഴിക്കോടാണ്. സോ ഇതിൽ SC കാൻഡിഡേറ്റ്സിനെയാണ് എടുത്തത്, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സിനെയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ലാസ്റ്റ് എടുത്തിരിക്കുന്ന ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 248 റാങ്ക്. SC റാങ്ക് എന്ന് പറഞ്ഞാൽ 1412 എടുത്തിരിക്കുന്നത്. സോ ഈ കോളേജിൽ മെയിൽ കോട്ട സീറ്റ്സ് ഉണ്ട്. അതിൽ ലാസ്റ്റ് എടുത്തിരിക്കുന്നത് 1828 ഇൻഡെക്സ് 240.84. ഇതിൽ കുറച്ച് സീറ്റ്സ്, അതായത് 6 സീറ്റ്സ് മെയിൽസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഈ കോളേജിൽ ടോട്ടൽ 28 കാൻഡിഡേറ്റ്സിനെയാണ് എടുത്തിട്ടുള്ളത്. അലോട്ട്മെന്റിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ എടുത്തിട്ടുള്ളത് ടോട്ടൽ 28 കാൻഡിഡേറ്റ്സിനെയാണ്. സോ അടുത്ത കോളേജ് നോക്കാം. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് കോട്ടയം. ഇതിൽ മൊത്തം ST കാൻഡിഡേറ്റ്സ്, അതായത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ST കാൻഡിഡേറ്റ്സ് ആണ് ഫുൾ എടുത്തിട്ടുള്ളത്. ടോട്ടൽ 27 കാൻഡിഡേറ്റ്സിനെയാണ് എടുത്തിട്ടുള്ളത്. സോ ഇതിലും മെയിൽ കോട്ട സീറ്റ്സ് 5 ഉണ്ട്. ST ലാസ്റ്റ് എടുത്തിരിക്കുന്ന റാങ്ക് എന്ന് പറഞ്ഞാൽ 5039. ആ റാങ്കിൻ്റെ ഇൻഡെക്സ് വരുന്നത് 175. അത് മെയിൽ കോട്ട സീറ്റാണ്. അല്ലാതെ STയിൽ ലാസ്റ്റ് എടുത്തിട്ടുള്ളത് 4140. അതിൻ്റെ ഇൻഡെക്സ് വരുന്നത് 200.83. നിങ്ങൾക്കിതിൽ നോക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും, മെയിൽ കോട്ട സീറ്റ്സ് 5 ഉണ്ട്. ഇതിൽ ഈ കോളേജിൽ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കോട്ടയത്ത് 5 മെയിൽ കോട്ട സീറ്റ്സ്, ദാറ്റ് മീൻസ് മെയിലിന് വേണ്ടി മാത്രമുള്ള 5 സീറ്റ് ഉണ്ട്. സോ നെക്സ്റ്റ് കോളേജിലോട്ട് പോകാം. അടുത്തത് ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ആലപ്പുഴയാണ്. ഇവിടെ ലാസ്റ്റ് എടുത്ത സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ 247. ആ റാങ്കിൻ്റെ ഇൻഡെക്സ് വരുന്നത് 275. ടോട്ടൽ 26 കാൻഡിഡേറ്റ്സിനെയാണ് ഈ കോളേജിൽ എടുത്തിട്ടുള്ളത്. പിന്നെ വേറെ കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള EZ, അതായത് ഈഴവ ലാസ്റ്റ് എടുത്തിട്ടുള്ളത് 301 റാങ്കാണ്. പിന്നെ EWS, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ലാസ്റ്റ് എടുത്തിട്ടുള്ളത് 472 റാങ്ക്. പിന്നെ മുസ്ലിം എടുത്തിട്ടുണ്ട് 339 റാങ്ക്. ബ്രാഹ്മിൻ എടുത്തിട്ടുണ്ട് 381. പിന്നെ LC 396 റാങ്ക് എടുത്തിട്ടുണ്ട്. പിന്നെ വിശ്വകർമ്മ VK 494 റാങ്ക്. പിന്നെ SC കാസ്റ്റ് 1048 റാങ്ക് എടുത്തിട്ടുണ്ട്. പിന്നെ CC 1109 എടുത്തിട്ടുണ്ട്. പിന്നെ ധീവര DV 1784 എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് പിന്നെ എന്താണ് ST 1547 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ഇതിൽ മുസ്ലിം തൊട്ട് ST വരെയുള്ള കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരിൽ ഒരാളെ വെച്ചാണ് എടുത്തിട്ടുള്ളത്. EWS 4 പേര്, ഈഴവ 2 പേരുമാണ്. നെക്സ്റ്റ് കോളേജ് എന്താണ്, ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് എറണാകുളമാണ്. ഇതിൽ ലാസ്റ്റ് എടുത്ത സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 312. ഇൻഡെക്സ് വരുന്നത് 273.33. പിന്നെ ഇതിൽ കാറ്റഗറീസ് ആയിട്ടുള്ള മുസ്ലിം ലാസ്റ്റ് എടുത്ത റാങ്ക് 340. 3 വരെയാണ് എടുത്തിട്ടുള്ളത് മുസ്ലിമിൽ. പിന്നെ EWSൽ 425 ലാസ്റ്റ് എടുത്തത്, 3 വരെ എടുത്തിട്ടുണ്ട് അതിൽ. പിന്നെ ബ്രാഹ്മൺ അതിൽ 333 ലാസ്റ്റ് എടുത്തിട്ടുള്ളത്, ഒരാളെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഈഴവരിൽ 427 ലാസ്റ്റ് എടുത്ത റാങ്ക്, 3 വരെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ BX അതിൽ 443 ഒരാളെ എടുത്തിട്ടുണ്ട്. LC 520 ഒരാളെ. SC 989 3 വരെ എടുത്തിട്ടുണ്ട്. പിന്നെ KN 985 ഒരാളെ എടുത്തിട്ടുണ്ട്. പിന്നെ KU 1003, അതായത് റാങ്ക് ഒരാളെയാണ് എടുത്തിട്ടുള്ളത്. ഈ BX എന്ന് പറഞ്ഞാൽ അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ആണ്. അതേപോലെ LC എന്ന് പറഞ്ഞാൽ ലാറ്റിൻ കത്തോലിക്കാണ്. പിന്നെ VK എന്ന് പറഞ്ഞാൽ വിശ്വകർമ്മയാണ്. DV എന്ന് പറഞ്ഞാൽ ഡീവരയാണ്. KN എന്ന് പറഞ്ഞാൽ കുശാവൻ ആണ്. ഈ KU എന്ന് പറഞ്ഞാൽ കുടുംബി എന്നാണ്. 50% സ്റ്റേറ്റ് മെറിറ്റ് വഴിയാണ് ഫില്ലാവുന്നത്. ബാക്കിയൊക്കെ ഓരോ കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലും കമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാനത്തിലും ഓരോ പെർസെൻറ്റേജ് വെച്ച് കാണും. ഈഴവർക്കൊക്കെ 9% റിസർവേഷനൊക്കെ കിട്ടുന്നത്. EWSന് 8%. ബാക്കിയുള്ളതിനൊക്കെ 2ഉം 1% വെച്ചാണ് സീറ്റ്സ് ഫില്ലിംഗ് ഒക്കെ നടക്കുന്നത്. സോ ഇതിൽ മെജോറിറ്റി 50% സ്റ്റേറ്റ് മെറിറ്റ് SM എന്നത് കാണാൻ പറ്റും. അത് സ്റ്റേറ്റ് മെറിറ്റാണ്. 50% കൂടുതൽ എന്താണ്, സ്റ്റേറ്റ് മെറിറ്റ് വഴിയാണ് സീറ്റ് ഫില്ലാവുന്നത്. അടുത്ത കോളേജ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഇടുക്കിയാണ്. അവിടെ സ്റ്റേറ്റ് മെറിറ്റ് എടുത്തിട്ടുള്ളത് ലാസ്റ്റ് 430 റാങ്ക്. അതിൻ്റെ ഇൻഡെക്സ് 270. പിന്നെ EZ, അതായത് ഈഴവ എടുത്തിട്ടുള്ളത് ലാസ്റ്റ് 480. മുസ്ലിം എടുത്തിട്ടുള്ളത് ലാസ്റ്റ് 436. EWS എടുത്തിട്ടുള്ളത് ലാസ്റ്റ് 580. ബ്രാഹ്മൺ എടുത്തിട്ടുള്ളത് 585. CC എടുത്തിട്ടുള്ളത്
3 LC എടുത്തിട്ടുള്ളത് 236 ലാസ്റ്റ്. SC ലാസ്റ്റ് എടുത്തിട്ടുള്ളത് 1450. നേരത്തെ പറഞ്ഞതുപോലെ ഈ മുസ്ലിമിന് 2 സീറ്റ്സാണ് ഇതിൽ ഉള്ളത്. EWSനും 2 സീറ്റ്സ് വീതം. സോ നെക്സ്റ്റ് കോളേജ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കോഴിക്കോടാണ്. സോ ആ കോളേജിൽ ലാസ്റ്റ് എടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റിൽ എടുത്തിരിക്കുന്നത് റാങ്ക് 192 ഇൻഡെക്സ് 276.66 ആ റാങ്കിൻ്റെ ഇൻഡെക്സ് ആയിട്ട് വരുന്നത്. പിന്നെ കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള മുസ്ലിമിൻ്റെ ലാസ്റ്റ് റാങ്ക് എടുത്തിട്ടുള്ളത് 224, EWS 468 എടുത്തിട്ടുള്ളത്. സെറ്റിന് 418. പിന്നെ ബ്രാഹ്മണിന് എടുത്തിട്ടുള്ളത് 389. വിശ്വകർമ്മ എടുത്തിട്ടുള്ളത് 387. LC എടുത്തിട്ടുള്ള റാങ്ക് 633. SC കാസ്റ്റിന് എടുത്തിട്ടുള്ള റാങ്ക് 1792. ധീവരയ്ക്ക് എടുത്തിട്ടുള്ളത് 1436. ST കാസ്റ്റിന് എടുത്തിട്ടുള്ളത് 2452 റാങ്കാണ് എടുത്തിട്ടുള്ളത്. സോ ഈ കോളേജിൽ 67 കാൻഡിഡേറ്റ്സിനെയാണ് എടുത്തിട്ടുള്ളത്. സോ സ്റ്റേറ്റ് മെറിറ്റ് വഴി 33 പേർക്ക് കിട്ടിയിട്ടുണ്ട്. മുസ്ലിം സീറ്റ്സായിട്ട് 6 സീറ്റ്സാണ് ഉണ്ടായിരുന്നത്. എടുത്തതിൽ EWS 6 സീറ്റ്, ഈഴവ 7 സീറ്റ്, ബ്രാഹ്മണിന് 2 സീറ്റ്, BK വിശ്വകർമ്മ 1 സീറ്റ്, LC 2 സീറ്റ്, SC 6 സീറ്റ്, ധീവര 2 സീറ്റ്, ST കാസ്റ്റിന് 1 സീറ്റ് വീതമാണ് ഈ കോളേജിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്കിവിടെ കമ്മ്യൂണിറ്റി റാങ്കും കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് അങ്ങനത്തെ കോളേജിലെ ടോക്കൺ ഫീ അടച്ചവരെ പേ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ലാസ്റ്റ് ഡേറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇത് അപ്ഡേറ്റ് ആവും. ടോക്കൺ ഫീ അടച്ചവർക്ക് എത്രയാണോ അടച്ചത് ആ എമൗണ്ട് അവിടെ എഴുതി കാണിച്ചിട്ട് അടച്ചവർക്ക് അവിടെ ടിക്ക് മാർക്ക് കാണാൻ പറ്റും, അടയ്ക്കാത്തവർക്ക് അവിടെ ക്രോസ് മാർക്ക് ആയിരിക്കും കാണാൻ പറ്റുക. ഈ ലിസ്റ്റ് എന്ത് ചെയ്യും, അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് ടോക്കൺ ഫീ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് ഈ ലിസ്റ്റ് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആരൊക്കെ ആ കോളേജിൽ ടോക്കൺ ഫീ അടച്ചു, ടോക്കൺ ഫീ അടച്ചില്ല എന്ന് അറിയാനായിട്ട് സാധിക്കും. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കൊല്ലം ആണ്. ടോട്ടൽ 26 കാൻഡിഡേറ്റ്സിനെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് എടുത്തത് റാങ്ക് 239. ആ റാങ്കിൻ്റെ ഇൻഡെക്സ് ആയിട്ട് വരുന്നത് 275. പിന്നെ കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള ബ്രാഹ്മൺ BHൽ എടുത്തിട്ടുള്ളത് 271 റാങ്ക് എടുത്തിട്ടുണ്ട്. സെറ്റിൽ 322 റാങ്ക് എടുത്തിട്ടുണ്ട്. EWയിൽ 330 റാങ്ക് എടുത്തിട്ടുണ്ട്. മുസ്ലിമിൽ 306 റാങ്ക് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് LCയിൽ 317, VKയിൽ 414, BX അതായത് അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യനിൽ 434, KNൽ 476, STയിൽ 481, SCയിൽ 1242, ധീവരയിൽ 1301 റാങ്കുമാണ് എടുത്തിട്ടുള്ളത്. 13 സീറ്റ്സ് SM സ്റ്റേറ്റ് മെറിറ്റ് വഴിയാണ് എടുത്തിട്ടുള്ളത്. ബാക്കി ബ്രാഹ്മൺ 1 സീറ്റ്, മുസ്ലിമിന് 1 സീറ്റ്, വിശ്വകർമ്മ 1 സീറ്റ്, LC 1 സീറ്റ്, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ DXന് 1 സീറ്റ്, KN 1 സീറ്റ്, ST 1 സീറ്റ് വെച്ച്, SC 1 സീറ്റ് വെച്ച്, DV 1 സീറ്റ് വെച്ച്, പിന്നെ സെറ്റും EWSും 2 സീറ്റ് വീതമാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കണ്ണൂരാണ്. സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് എടുത്ത റാങ്ക് എന്ന് പറഞ്ഞാൽ 349 റാങ്ക്, ഇൻഡെക്സ് 272.5. മൊത്തം 32 പേരെയാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ. അതിൽ ഉൾപ്പെടുന്ന ബാക്കി കമ്മ്യൂണിറ്റീസ് മുസ്ലിമിൽ 3 പേരെ എടുത്തിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് എടുത്ത ഇൻഡെക്സ് 271. എൻ്റെ റാങ്ക് 380. പിന്നെ ഈഴവ 2 പേരെയാണ് എടുത്തിട്ടുള്ളത്. ഇൻഡെക്സ് ലാസ്റ്റ് എടുത്തത് 271, റാങ്ക് 378. പിന്നെ EWSന് 2 പേരെ എടുത്തിട്ടുണ്ട്. റാങ്ക് 421, ഇൻഡെക്സ് 269. പിന്നെ VK വിശ്വകർമ്മ അതിൽ റാങ്ക് 620, ഒരാളെയാണ് എടുത്തിട്ടുള്ളത്. ഇൻഡെക്സ് 265. പിന്നെ BX 629, റാങ്ക് ഇൻഡെക്സ് 265, ഒരാൾ എടുത്തിട്ടുണ്ട്. SC 1311, ഇൻഡെക്സ് 250, 3 പേരെ എടുത്തിട്ടുണ്ട്. DV 1208, റാങ്ക് ഒരാൾ എടുത്തിട്ടുണ്ട്. KU 1872, ഒരാൾ എടുത്തിട്ടുണ്ട്. ST 2233, ഒരാളെയാണ് എടുത്തിട്ടുള്ളത്. സോ ഏതൊക്കെ കാറ്റഗറീസിന് എത്രയൊക്കെ റിസർവേഷൻ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇനി അടുത്ത കോളേജിലോട്ട് പോകാം. അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കാസർഗോഡാണ്. അതിൽ ടോട്ടൽ 22 കാൻഡിഡേറ്റ്സിനെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് GNM കോഴ്സിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അതിൽ ലാസ്റ്റ് എടുത്ത സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ 445. അതിൻ്റെ ഇൻഡെക്സ് 270. പിന്നെ കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള മുസ്ലിമിൽ 2 പേരെ എടുത്തിട്ടുണ്ട്. അതിൽ എടുത്ത അവസാനത്തെ ആളുടെ റാങ്ക് 449, ഇൻഡെക്സ് 270. സെറ്റ് 485 റാങ്ക്. അതിൽ 3 പേരെ എടുത്തിട്ടുണ്ട്. ഇൻഡെക്സ് 269. പിന്നെ EWS ആണ് 568 റാങ്ക്, ഇൻഡെക്സ് 266, 3 പേരെ എടുത്തിട്ടുണ്ട്. BH 612, ഒരാൾ എടുത്തിട്ടുണ്ട്. ഇൻഡെക്സ് 265. LC 665 റാങ്ക്, ഒരാൾ എടുത്തിട്ടുണ്ട്. ഇൻഡെക്സ് 264. അടുത്ത SC കാറ്റഗറി 1438 റാങ്ക്, ഇൻഡെക്സ് 247, ഒരാളെയാണ് എടുത്തിട്ടുള്ളത്. GNM ആൻഡ് ANM കോഴ്സിന് 2 അലോട്ട്മെൻ്റ് ആണ് മെയിനായിട്ടുള്ളത്. സോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു, ഇനി അടുത്ത അലോട്ട്മെൻറ്റ് കാണും. അത് കഴിഞ്ഞ് വേക്കൻറ്റ് സീറ്റ് വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യും, അവർ കണ്ടക്ട് ചെയ്യും. അടുത്ത കോളേജിലോട്ട് പോകാം. അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കോട്ടയമാണ്. ഇതിൽ ടോട്ടൽ 22 പേരെയാണ് എടുത്തിട്ടുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനം എടുത്ത റാങ്ക് എന്ന് പറഞ്ഞാൽ 297, ഇൻഡെക്സ് 273.34. പിന്നെ SC കാറ്റഗറിയിൽ 2 പേരെ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് എടുത്ത റാങ്ക് 227, ഇൻഡെക്സ് 260.83. മുസ്ലിം കാറ്റഗറിയിൽ 2 പേരെ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് എടുത്ത റാങ്ക് 376, ഇൻഡെക്സ് 271.67. പിന്നെ സെറ്റ് ഈഴവ കാറ്റഗറിയിൽ 2 പേരെ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് എടുത്ത റാങ്ക് 388, ഇൻഡെക്സ് 221.66. പിന്നെ EWS ലാസ്റ്റ് എടുത്ത റാങ്ക് 587, ഇൻഡെക്സ് 267.5, ഒരാൾ എടുത്തിട്ടുണ്ട്. പിന്നെ DV ധീവര 628, ലാസ്റ്റ് എടുത്ത റാങ്ക് ഒരാൾ എടുത്തിട്ടുണ്ട്. ഇൻഡെക്സ് 264.17. പിന്നെ ST കാസ്റ്റിന് റാങ്ക് 2397, ഇൻഡെക്സ് 230, ഒരാളാണ് എടുത്തിട്ടുള്ളത്.
അടുത്തത് ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് മലപ്പുറമാണ്. ഇതിൽ ടോട്ടൽ 26 കാൻഡിഡേറ്റ്സിനെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ എടുത്തത്. സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് എടുത്ത ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 277.81 റാങ്ക് 188 പിന്നെ മുസ്ലിം 2 പേര് എടുത്തിട്ടുണ്ട്. എടുത്ത റാങ്ക് 198 ഇൻഡെക്സ് 276.66. EZ 413 റാങ്ക് എടുത്തത്. ഇൻഡെക്സ് 270.83 2 പേര് എടുത്തിട്ടുണ്ട്. അതായത് EWS റാങ്ക് 49 റാങ്കാണ് എടുത്തിട്ടുള്ളത്. 2 പേര് എടുത്തിട്ടുണ്ട്. ഇൻഡെക്സ് 269.16. ബ്രാഹ്മൺ കാറ്റഗറിയിൽ ഒരാളാണ് എടുത്തിട്ടുള്ളത്. റാങ്ക് 510 ഇൻഡെക്സ് 268.33. SC കാറ്റഗറിയിൽ ഒരാൾ എടുത്തിട്ടുണ്ട്. 580 ഇൻഡെക്സ് 580 റാങ്ക്. ഇൻഡെക്സ് 266.67. SC കാറ്റഗറിയിൽ 2 പേര് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് എടുത്ത റാങ്ക് 1121. ഇൻഡെക്സ് 283.34. KN കാറ്റഗറിയിൽ ഒരാൾ എടുത്തിട്ടുണ്ട്. എടുത്ത റാങ്ക് 1564. ഇൻഡെക്സ് 245.83. KU കാറ്റഗറിയിൽ ഒരാൾ എടുത്തിട്ടുണ്ട്. എടുത്ത റാങ്ക് 1822. ഇൻഡെക്സ് 241.66. സോ അടുത്ത കോളേജ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് പാലക്കാടാണ്. 27 കാൻഡിഡേറ്റ്സിന് മൊത്തം എടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് എടുത്ത റാങ്ക് 286 ഇൻഡെക്സ് 274.16. മുസ്ലിം കാറ്റഗറിയിൽ 2 പേര് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് എടുത്ത റാങ്ക് 331. ഇൻഡെക്സ് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ EWS 410 3 പേര് എടുത്തിട്ടുണ്ട്. EZ 372 പേര് എടുത്തിട്ടുണ്ട്. ബ്രാഹ്മണിൽ 555 ഒരാൾ എടുത്തിട്ടുണ്ട്. VK 640 റാങ്ക് എടുത്ത ഒരാൾ എടുത്തിട്ടുണ്ട്. SC കാറ്റഗറിയിൽ 935 റാങ്ക് 2 പേര് എടുത്തിട്ടുണ്ട്. DV 1423 ലാസ്റ്റ് എടുത്ത റാങ്ക് ഒരാൾ എടുത്തിട്ടുണ്ട്. ST കാറ്റഗറിയിൽ 2518 റാങ്ക് എടുത്തിട്ടുണ്ട്. ഒരാളാണ് എടുത്തിട്ടുള്ളത്. അടുത്ത കോളേജിൽ പോവാം. അതായത് ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട മൊത്തം എടുത്തത് 24 കാൻഡിഡേറ്റ്സിനാണ്. സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനം എടുത്തത് റാങ്ക് 373. ഇൻഡെക്സ് 271.67. മുസ്ലിം 3 പേര് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് എടുത്ത ഇൻഡെക്സ് ലാസ്റ്റ് എടുത്ത ഇൻഡെക്സ് 270 റാങ്ക് 437. EZ 426 2 പേര് എടുത്തിട്ടുണ്ട്. ഇൻഡെക്സ് നോക്കണം നിങ്ങൾ. EWS ലാസ്റ്റ് എടുത്ത റാങ്ക് 465 2 പേര് എടുത്തിട്ടുണ്ട്. SC കാറ്റഗറിയിൽ 1467 റാങ്ക് എടുത്തിട്ടുണ്ട്. 3 പേരാണ് എടുത്തിട്ടുള്ളത്. KU 1691 ആണ് റാങ്ക് എടുത്തത്. ഒരാളാണ് എടുത്തിട്ടുള്ളത്. PD കാറ്റഗറിയിൽ 261 റാങ്കാണ് എടുത്തിട്ടുള്ളത്. ഒരാളാണ് എടുത്തിട്ടുള്ളത്. ഇൻഡെക്സ് ഈ പറയാത്ത ഇൻഡെക്സ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് ലിസ്റ്റിലെ 14ാമത് കിടക്കുന്നത് ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഫോർ ST SC കാൻഡിഡേറ്റ്സിന് വേണ്ടി മാത്രമുള്ള, അതായത് SC ST കാൻഡിഡേറ്റ്സിന് വേണ്ടി മാത്രം ഓപ്ഷൻ കൊടുക്കാൻ ഉള്ള കോളേജാണ് ആശ്രമം കൊല്ലം. ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ആശ്രമം കൊല്ലം, അതായത് SC ST കാൻഡിഡേറ്റ്സിന് വേണ്ടി മാത്രം ഉള്ളതാണ്. ടോട്ടൽ 19 കാൻഡിഡേറ്റ്സിനെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ STയിലെ ഏറ്റവും ലാസ്റ്റ് എടുത്ത ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 234.17 4 പേരെയാണ് എടുത്തിട്ടുള്ളത് ST കാറ്റഗറിയിലെ. സോ ST കാറ്റഗറിയിൽ ലാസ്റ്റ് എടുത്ത റാങ്ക് 2178. SC കാറ്റഗറിയിലെ ലാസ്റ്റ് എടുത്ത റാങ്ക് 1448. ഇൻഡെക്സ് 247.5. SC കാറ്റഗറിയിലുള്ള 15 സ്റ്റുഡൻസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് എടുത്തിട്ടുണ്ട്. അടുത്തത് ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് തൃശ്ശൂരാണ്. മൊത്തം 32 കാൻഡിഡേറ്റ്സിനെ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് എടുത്ത സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 167. ഇൻഡെക്സ് 277.5. പിന്നെ ബാക്കി കാറ്റഗറീസ് ആയിട്ടുള്ള EZ 228 റാങ്ക് എടുത്തിട്ടുണ്ട്. EW 347, മുസ്ലിം 258, ബ്രാഹ്മൺ 287, VK 408, SC 934, LC 661, ST 1706, DV 1260 എന്നിങ്ങനെയുള്ള റാങ്കുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇൻഡെക്സും എത്ര പേരെയാണ് എടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരമാണ്. മൊത്തം 28 കാൻഡിഡേറ്റ്സിനെ എടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് എടുത്ത റാങ്ക് 123. ഇൻഡെക്സ് 280. EWS എടുത്ത റാങ്ക് 284 എടുത്തിട്ടുണ്ട്. പിന്നെ EZ ഈഴവ കാറ്റഗറിയിൽ 285 റാങ്ക് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് BH ബ്രാഹ്മൺ കാറ്റഗറിയിൽ ലാസ്റ്റ് എടുത്തത് 287. മുസ്ലിം കാറ്റഗറിയിൽ 313 റാങ്ക് ലാസ്റ്റ് എടുത്തിട്ടുണ്ട്. LC കാറ്റഗറിയിൽ 279 റാങ്ക് എടുത്തിട്ടുണ്ട്. SC കാറ്റഗറിയിൽ അവസാനം എടുത്തത് 777 റാങ്കാണ്. ബാക്കി അതിൻ്റെ ഇൻഡെക്സും പിന്നെ എത്ര പേരെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വയനാടാണ്. മൊത്തം 22 കാൻഡിഡേറ്റ്സിനെയാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. ലാസ്റ്റ് എടുത്ത സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ 278. ഇൻഡെക്സ് 274.17. മുസ്ലിം കാറ്റഗറിയിൽ എടുത്ത റാങ്ക് 320 ഒരാൾ എടുത്തിട്ടുള്ളൂ. EZ കാറ്റഗറിയിൽ എടുത്ത റാങ്ക് 463. ലാസ്റ്റ് എടുത്തത് EWS 529 റാങ്ക് എടുത്തിട്ടുണ്ട്. ബ്രാഹ്മൺ കാറ്റഗറിയിൽ 566 എടുത്തിട്ടുണ്ട്. VK കാറ്റഗറിയിൽ 606 എടുത്തിട്ടുണ്ട് റാങ്ക്. LC കാറ്റഗറിയിൽ 237 റാങ്ക് എടുത്തിട്ടുണ്ട്. SC കാറ്റഗറിയിൽ 1422 റാങ്ക് എടുത്തിട്ടുണ്ട്. KN കാറ്റഗറിയിൽ 1561 എടുത്തിട്ടുണ്ട്. ST കാറ്റഗറിയിൽ 1729 റാങ്കും എടുത്തിട്ടുണ്ട്. സോ അടുത്ത എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഉള്ള കോളേജാണ്, അതായത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് തിരുവനന്തപുരം. മൊത്തം 29 കാൻഡിഡേറ്റ്സിനെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ SC കാറ്റഗറിയാണ് മെജോറിറ്റി ആയിട്ടുള്ളത്. 6 മേൽക്കോട്ട സീറ്റ്സും ഉണ്ട്. SC കാറ്റഗറിയിലെ മേൽക്കോട്ട സീറ്റ്സിൽ ഏറ്റവും ലാസ്റ്റ് എടുത്തത് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 236.66 റാങ്ക് 2059. മേൽക്കോട്ട സീറ്റാണിത് എടുത്തത്. അല്ലാത്തതാണെങ്കിൽ 1427 റാങ്ക് ആണ്. ഇൻഡെക്സ് 248.33 എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ PD കാൻഡിഡേറ്റ്സിനെ ഒരാളെ എടുത്തിട്ടുണ്ട്. ഒരു PD കാൻഡിഡേറ്റ്സിനെ എടുത്തിട്ടുണ്ട്. റാങ്ക് വരുന്നത് 3474. ഇൻഡെക്സ് വരുന്നത് 212.49. ഇപ്പോൾ LBSന്റെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, അതായത് GNM കോഴ്സിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റിലുള്ള കോളേജസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, എത്ര വരെയാണ്, ഏതൊക്കെ ഇൻഡെക്സ് ഉള്ളവരെയും ഏതൊക്കെ റാങ്ക് ഉള്ളവരെയുമാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റിലുള്ള കോളേജസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ പറഞ്ഞിട്ടുണ്ട്. 18 കോളേജസ് ആണ് GNM കോഴ്സിനുള്ളത്. ANM കോഴ്സിന് 4 കോളേജസ്, അങ്ങനെ ടോട്ടൽ 22 കോളേജസ് ആണ് ഉള്ളത്. സോ 18 കോളേജസിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്തിൻ്റെ ANM കോഴ്സ് ഓക്സിലറി നഴ്സിംഗ് കോഴ്സിന്റെ 4 കോളേജസിൽ എത്ര പേരെയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് നോക്കാം. ANM കോളേജാണ് എടുത്ത് പറയാൻ പോകുന്നത്. ആദ്യത്തത് ഗവൺമെന്റ് BH ട്രെയിനിങ് സെന്റർ കാസർഗോഡാണ്. ഇതിൽ 22 കാൻഡിഡേറ്റ്സിന് ടോട്ടൽ എടുത്തിട്ടുണ്ട്. അവസാനം എടുത്ത സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 1133. ഇൻഡെക്സ് 873.33, അതായത് 873.33.
EWS റാങ്ക് ലാസ്റ്റ് എടുത്തത് 1894. SC കാറ്റഗറി ലാസ്റ്റ് എടുത്ത റാങ്ക് 1381. മുസ്ലിം കാറ്റഗറി ലാസ്റ്റ് എടുത്തത് 1388. EZ 1521. ST കാറ്റഗറി 2109. DV അതായത് ധീവര കാറ്റഗറി 2551 ആണ് എടുത്തിട്ടുള്ളത്. NM കോഴ്സിൻ്റെ ഇൻഡെക്സ് 1000-ലാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഗവൺമെൻറ് JPHN ട്രെയിനിങ് സെൻറ്റർ പെരിങ്ങോട്ടുകുറിശി പാലക്കാട്. അതിൽ 44 കാൻഡിഡേറ്റ്സിന് ടോട്ടൽ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് എടുത്ത സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 1028. ഇൻഡെക്സ് 879.17. മുസ്ലിം കാൻഡിഡേറ്റ്സിന് എടുത്ത റാങ്ക് ലാസ്റ്റ് എടുത്തത് 1784. EWS 2234. EZ 1322. LC 1218. BX 1311. VK 1335. SC 2510. BH 1529. DV 2320. ST 2282. KU 3283. പിന്നെ KN 4486 റാങ്ക് വരെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 4, 2, 3, 1 വെച്ചും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കാൻഡിഡേറ്റ്സിനെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഇൻഡെക്സും എല്ലാം കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ എത്ര പേര് എടുത്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സോ നെക്സ്റ്റ് എത്തത് ഗവൺമെൻറ് JPHN ട്രെയിനിങ് സെൻറ്റർ തലയോലപ്പറമ്പ് കൊല്ലമാണ്. സോ അതിൽ മൊത്തം 21 കാൻഡിഡേറ്റ്സിനെ എടുത്തിട്ടുണ്ട്. അവസാനം എടുത്ത സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 724. ഇതിൻ്റെ ഇൻഡെക്സ് 897.5. ഈ ഇസഡിൽ എടുത്തത് ലാസ്റ്റ് എടുത്ത ഇൻഡെക്സ് 895. റാങ്ക് 773. ബ്രാഹ്മൺ കാറ്റഗറിയിൽ ഇൻഡെക്സ് 893.33. ഒരാളെയാണ് എടുത്തിട്ടുള്ളത്. റാങ്ക് 800. EWS കാറ്റഗറിയിൽ 1484. റാങ്ക് 2 വരെ എടുത്തിട്ടുണ്ട്. ഇൻഡെക്സ് 884.17 ലാസ്റ്റ് എടുത്തത്. SC കാറ്റഗറി 2529. ഇൻഡെക്സ് 798.75. 2 പേരെയാണ് എടുത്തത്. LC കാറ്റഗറി 1206. ഇൻഡെക്സ് 869.17 ഒരാളെ എടുത്തിട്ടുള്ളൂ. മുസ്ലിം കാറ്റഗറിയിൽ എടുത്തിട്ടുള്ളത് 1082. ഇൻഡെക്സ് 875.83. 2 പേരെയാണ് എടുത്തിട്ടുള്ളത്. സോ എത്ര പേരെയാണ് എടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇത് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഗവൺമെൻറ് JPHN ട്രെയിനിങ് സെൻറ്റർ തലയോലപ്പറമ്പ് കൊല്ലമല്ല, അത് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. തലയോലപ്പറമ്പ് കോട്ടയമാണ് കേട്ടോ. അത് പറഞ്ഞപ്പോൾ ഒന്ന് മാറിപ്പോയതാണ്. കോട്ടയമാണ് പ്ലേസ് വരുന്നത്. ഇത് നേരത്തെ പറഞ്ഞ ആ ഗവൺമെൻറ് JPHN ട്രെയിനിങ് സെൻറ്റർ തലയോലപ്പറമ്പ് കോട്ടയം എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ഒരു അലോട്ടഡ് ലിസ്റ്റാണ്. SM എന്ന് എഴുതിയിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റ് ആണ്. EZ എന്ന് എഴുതിയിരിക്കുന്നത് ഈഴവയാണ്. BH എന്ന് എഴുതിയിരിക്കുന്നത് ബ്രാഹ്മണാണ്. EW എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. SC ഷെഡ്യൂൾഡ് കാസ്റ്റ്. LC ലാറ്റിൻ കാത്തോലിക്. പിന്നെ MU എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ്. ഇത് നേരത്തെ പറഞ്ഞതാണ്, അറിഞ്ഞുകൂടാത്തവരുണ്ടാവും. സോ അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ കോളേജിലോട്ട് പോവാം. ഗവൺമെൻറ് JPHN ട്രെയിനിങ് സെൻറ്റർ തൈക്കാട് തിരുവനന്തപുരം. ഇതിൽ ടോട്ടൽ 19 കാൻഡിഡേറ്റ്സിനെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഫുള്ളും SC ST കാറ്റഗറി സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഗവൺമെൻറ് JPHN ട്രെയിനിങ് സെൻറ്റർ തൈക്കാട് തിരുവനന്തപുരം എന്ന് പറയുന്നത്. സോ SC കാറ്റഗറി സ്റ്റുഡൻസിന് ലാസ്റ്റ് എടുത്ത റാങ്ക് എന്ന് പറഞ്ഞാൽ 2262. ഇൻഡെക്സ് 811.67. അതേപോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ SC സ്റ്റുഡൻസിനെ, അതായത് SC കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനെ 15 സ്റ്റുഡൻസിനെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സോ ലാസ്റ്റ് എടുത്ത റാങ്കാണ് 2262 എന്ന് പറഞ്ഞത്. ഇനി ST സ്റ്റുഡൻസിൽ ലാസ്റ്റ് എടുത്ത റാങ്ക് 3214. ഇൻഡെക്സ് 760.83. 4 ST സ്റ്റുഡൻസിനെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുത്തിട്ടുള്ളത്. വേറെ EZ ബ്രാഹ്മൺ കാറ്റഗറിയോ മുസ്ലിമോ വേറെ ആരെയോ എടുത്തിട്ടില്ല. ഓൺലി SC ആൻഡ് ST കാറ്റഗറിയാണ് എടുത്തിട്ടുള്ളത്. ഈ കോളേജിൽ ഗവൺമെൻറ് JPHN ട്രെയിനിങ് സെൻറ്റർ തൈക്കാട് തിരുവനന്തപുരം SC ST കാൻഡിഡേറ്റ്സിനെയാണ് ഫുള്ളും എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് സാധിക്കും. LBS ANM GNM കോഴ്സിൻ്റെ കോളേജസ് എത്ര പേർക്ക് ഏതൊക്കെ കോളേജസിൽ അലോട്ട്മെൻറ്റ് കിട്ടി, എത്ര റാങ്ക് കിട്ടി, എത്ര ഇൻഡെക്സ് കിട്ടി എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയായിരിക്കും. സോ ഇതിൻ്റെ ബേസിസിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഓപ്ഷൻസ് ഒക്കെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി പ്രീ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ. സോ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണ്. ഇനി ഏതൊക്കെ ഇൻഡെക്സ് ഒക്കെ ഉള്ളവരെ എത്ര റാങ്ക് ഉള്ളവർക്കാണ് ഇനിയുള്ള അലോട്ട്മെൻറ്റിൽ കിട്ടുക എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ജസ്റ്റ് കിട്ടി ഉണ്ടാവും. സോ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി വിശ്വസിക്കുന്നു. സോ കുറേ പേർക്ക് ഇനിയുള്ള പ്രോസസ്സ് എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാതെ ഇരിക്കുന്നുണ്ടാവും. സോ അവർക്കും കൂടെ ഈ ഒരു വീഡിയോ പരമാവധി മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. നിങ്ങൾ കാരണം അവർക്കും കൂടെ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കട്ടെ. സോ എല്ലാ കോളേജസിലെയും എല്ലാ കാറ്റഗറിയിലുള്ളവരുടെയും റാങ്കും ഇൻഡെക്സും ഈ വീഡിയോയിൽ പറയാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നിങ്ങൾ അലോട്ടഡ് ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണാം.